അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മ ചോറ് വിളമ്പി കൊടുക്കുകയാണ് മകന്. മോനെ നല്ലൊന്നാണ്ട് പോയി പറഞ്ഞു. എന്ത് അല്ലേ, സീനത്തിൻ്റെ വീട്ടിലേക്കാണ് പോയി ചെന്നു. ഞാൻ എപ്പോഴും കുട്ടീനൊരു കടുപ്പം കാട്ടില്ല ഓല്. ഉമ്മ നിങ്ങൾ എന്തീ പറയണത്? അതേ മോനെ നല്ലൊന്നാണ്ട് പറഞ്ഞു. ഓളിങ്ങനെ പറയണ വർത്താനം കേട്ടാലേ ഓള് തിന്നാൻ തരുന്നില്ല, പണിയെടുപ്പിക്കുകയാണ്, പഠിക്കാൻ പോകാൻ ഒരു അയക്കണില്ല, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചാണ് പോയി. ഉമ്മ നിങ്ങൾ പോയില്ലേ, ഞാൻ ഉമ്മാനോട് പറഞ്ഞില്ലേ പോകണ്ടെന്നുള്ളത്. അതെന്തേ മോനെ, പിന്നെ പോകണ്ടേ? നമ്മളെ പെമ്മക്കളെ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഒന്നും ഒരു വില കൽപ്പിക്കാഞ്ഞാൽ എങ്ങനെ? എൻ്റെ ബാപ്പ ഏതായാലും അതിനൊന്നും നിൽക്കൂല. എന്നോട് പറഞ്ഞപ്പോൾ ഇജ്ജു അതിന് തയ്യാറായില്ല, പിന്നെ ഞാനെങ്കിലും ഒന്ന് ഇറങ്ങണ്ടേ? എൻ്റെ മോളെ കാര്യമല്ലേ ഉമ്മാൻ്റെ മോളെ കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ ഉമ്മാൻ്റെ മോള് ചെയ്യണമെന്ന് നമുക്കറിയണ്ടേ? ഇജ്ജൊന്നും ഉണ്ടായിരുന്നടാ. ഏതായാലും ബാപ്പയും മോനൊരു സെറ്റാണ്. ഓൾക്ക് എന്തൊക്കെ തന്നെയല്ലോ അത് ശരിയായിക്കോളും. നല്ലൊരു പെരക്കാരല്ലേ ഓൾക്ക് കിട്ടിയത്. അങ്ങനെ എങ്ങനെ പറയും ഉമ്മ? അത് തികച്ചും ശരി തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഉമ്മാൻ്റെ മരുമകന് എന്തൊരു റാഹത്തുള്ള മരുമകനാണ്. ആ ഉമ്മാൻ്റെ മരുമകനെ പോലത്തെ ഒരു മരുമകനെ കിട്ടുമോ നിങ്ങൾക്ക്? ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ ഓള് ചെയ്യണതും കാട്ടിക്കൂട്ടണതോ, ഓളങ്ങനെ ചെയ്തിക്കണമെങ്കിൽ ഇപ്പം അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. എപ്പോഴും ഒരു പ്രാവശ്യം കുറ്റം ചെയ്തിക്കണ വിചാരിച്ചു കണ്ട് കാലാകാലം ഓളങ്ങനെ നമ്മൾ ചവിട്ടിത്തേക്കാൻ നിൽക്കുക ഞാൻ സമ്മതിക്കൂല. ബാപ്പാക്കും മോനക്കും വേണ്ടിലേ വേണ്ട. എൻ്റെ മോളാണത്. ചിലപ്പേ എന്തേലും പറ്റുമ്പോൾ നിങ്ങളാരും ഉണ്ടാവില്ല, എനിക്ക് ഓളെ ഉണ്ടാവുള്ളൂ. എൻ്റെ പൊന്നാരമ്മ, ഞാൻ പറഞ്ഞ നിങ്ങളൊന്ന് കേൾക്കി. നിങ്ങൾ ഒരിക്കലും പോയി ആ വീട്ടുകാരെ പോയി ചീത്ത പറയണ്ടില്ലായിരുന്നു. പറയാനുള്ളത് തള്ളനോട് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞു. തള്ള കുറേ കാര്യമുണ്ട്. എന്നിട്ട് പിന്നെ ചായക്ക് വിളിച്ചണം, ചായ കുടിച്ചിട്ട് പോകത്തുള്ളി. ഞാനവിടെ ചീത്തരാൻ പോയിട്ട് വല്ല ചായ കുടിക്കില്ലേ? എന്താന്നില്ലേ, എനിക്ക് വേറൊന്നും പണിയില്ല. ഉമ്മ അത്രക്കും നിങ്ങൾ അവരെ ചീത്ത പറഞ്ഞിട്ട് നിങ്ങളെ ചായ കുടിക്കാൻ വേണ്ടി ക്ഷണിച്ചിക്കണമെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഒരു പവറാണല്ലോ, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. നമ്മളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഉമ്മ മോനെ പറയാനുള്ള ഞാൻ പറഞ്ഞു പോന്നിക്കണ്. കുറച്ച് ഏറാണ് നിങ്ങളിങ്ങനെ തലി കയറ്റിച്ചോളൂ. ഷെഫി ഉസ്താദ് പറഞ്ഞാണ്ട് ആർക്കറിയാം ഏതൊക്കെയാന്നുള്ളത്. നമ്മൾ വേണ്ടാത്തൊന്നും ചിന്തിക്കരുത്. ഇപ്പം നല്ല രീതിയിൽ നമ്മളെ മോൾക്ക് അവിടെ റാഹത്തായി നിൽക്കുകയാണെങ്കിൽ നല്ലം കൊണ്ട് റാഹത്താണ്. കാരണം ഓന് നാട്ടിലിപ്പോൾ ഓലെ വീടും കാര്യങ്ങളൊക്കെ ചെറുതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഓൻ്റെ കയ്യിൽ കിട്ടുന്ന ക്യാഷിന് സാധ്യത ഒരു കണക്കില്ല. ഓൻ വിചാരിച്ച ഇപ്പം തന്നെ വലിയൊരു കൊട്ടാരം ഓനക്കവിടെ പണിയാൻ കഴിയും. നമ്മളെ മോളെ പോലെ തന്നെ ഓളെ ആഗ്രഹം പോലൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. അവരുടെ ആ ഒരു ചെറിയ കുടിൽ അതിപ്പോൾ നോക്കണ്ട. കാരണം ഒരു അറബിൻ്റെ ഇഷ്ടപ്പെട്ടൊരു ആളാണ്. അതുകൊണ്ട് തന്നെ അറബികളുടെ ഗിഫ്റ്റ് ഇട്ട് പറഞ്ഞാൽ അതിനും വലിയൊരു ഗിഫ്റ്റ് ഇവിടെ കിട്ടാനില്ല. അവർ പറഞ്ഞാൽ തരുന്നോലാണെങ്കിൽ വാരിക്കോരി തരും, ഒന്നും കണക്കും കയ്യോ നോക്കാതെ. അത് കിട്ടിക്കഴിഞ്ഞാൽ അറബികൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്താ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ നല്ല മട്ടത്തിൽ അവൾക്ക് ജീവിക്കാൻ കഴിയും. മോനെ എന്തായാലും വേണ്ടില്ല. ഓള് മനസ്സോട് കൂടി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ഈ ഒരു കടുപ്പം കാട്ടിലും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അവളോട് കൂട്ടിക്കൊടുന്നല്ലോ. ഇമ്മ നിങ്ങൾ എന്തേ പറയണത്? നല്ലൊരു ബന്ധമായിട്ട് നിങ്ങൾ കേടെടുത്തത് കേട്ടോ. പിന്നെന്താ ഞാൻ കാട്ടുക? ഓനങ്ങനെ അത് പറയാം, ഞാനെന്തത്? എൻ്റെ റബ്ബേ, ആയിക്കോട്ടെ നിങ്ങൾ എന്താ വെച്ചാൽ കാട്ടിക്കോളി. എനിക്കിപ്പോൾ താല്പര്യം തന്നെ ഇല്ല അവിടെ നിർത്താൻ ഓൻ്റെ കൂടെ. പിന്നെന്താ ഇങ്ങോട്ട് ഡൈവേഴ്സ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് ഉമ്മ പറയണത്? അങ്ങനെ മതി. ഇനി ഓളെ കിട്ടുന്നവൾക്ക് കെട്ടിച്ചു കൊടുക്കാം. ഉമ്മ ഈ ഒരു കല്യാണത്തിന് ഓള് സമ്മതിച്ചിട്ടല്ല. ഓൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആളുകളുണ്ടാവും. അത് നടന്നില്ലെങ്കിൽ ഓള് പലതിനും ഒന്നിനും മടിക്കൂല കേട്ടോ. വെറുതെ വേണ്ടാത്ത നിൽക്കണോടത്ത് അവിടെ നിന്നോട്ടെ എന്ന് ബാപ്പി മോനും പറയും. പക്ഷെ എൻ്റെ കുട്ടിക്കാരെന്തേലും പററ്റട്ടെ, ഞാൻ ബാക്കി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ദേഷ്യം പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഉമ്മ ഞാൻ ഒന്നും പറയണില്ല, നിങ്ങൾ ഇഷ്ടം പോലെ കാട്ടിക്കോളി. അല്ലേ, നല്ലൊരു കുടുംബമാണ്, വെറുതെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ടെന്നാ പറയണത്. ആങ്ങൾ അപ്പോൾ തന്നെ വണ്ടി എടുത്തുകൊണ്ട് നേരെ അതാ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഉസ്താദിൻ്റെ വീട്ടിലെത്തി. ആരാ പുറബേ? ഉമ്മ പാത്രം കഴുകുകയായിരുന്നു. അല്ലാ പഠിച്ചോനെ, ഇന്നലത്തെ പോലെ ആരെങ്കിലും ചീത്ത തരാനായിട്ട് വരുന്നുണ്ടോ? എനിക്കറിയുന്നില്ല. മോനെ, ഉമ്മക്ക് ഭയമായിരുന്നു. കാരണം ചീത്ത പറയാൻ വരെ വിചാരിച്ചിട്ട്. ഉമ്മ സ്നേഹത്തോടെ മോനെ കയറിയിരിക്കി, മോളിപ്പം അങ്ങോട്ട് പോയല്ലോ. മോനെ
ഞാനായിട്ടൊന്നും അവളൊരു വാക്കും പറഞ്ഞിട്ടില്ല. ഞാൻ ഓൾക്ക് വേണ്ടതൊക്കെ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ മോനെ. ഒരിക്കൽ പോലും ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടുമില്ല. ഞാൻ പറയുന്നൊരു കാര്യം മോളെ, സുബഹി നീ തെറ്റിക്കരുത്. അത് മാത്രം ഞാൻ പറയല്. നട്ടപ്പാതിരാക്ക് 1 മണിക്കും 2 മണി വരെ ഫോണൊക്കെ കണ്ടു നിന്നാൽ നേരം വൈകാതെ ഇരിക്കുമോ? ലേറ്റ് ആകാതെ മോള് തഹജ്ജുദ് എണീക്കണം എന്ന് ഞാൻ പറയണില്ല. പക്ഷെ സുബഹി തെറ്റുന്നതിന് മുമ്പ് ഉമ്മാൻ്റെ മോൾ എണീക്കണം, അത് ഞാൻ പറയലുണ്ട് മോനെ. കാരണം അത് പറയലിൻ്റെ കടമയാണ്. അതാണ് ഞാൻ പറഞ്ഞ തെറ്റ്. വേറെ ഒന്നും ഞാൻ ഒരു പണിയൊന്നും ഓളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാറില്ല. കാരണം അത് ഓൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാകേണ്ട കേസിലൊക്കെ ഞാൻ തന്നെ ചെയ്യും. സത്യം പറഞ്ഞാൽ ആങ്ങളുടെ അടുക്കൽ നിന്ന് ചീത്ത കിട്ടുമെന്ന് വിചാരിച്ചിരുന്നേന് ഉമ്മ മുൻകൂട്ടി അത് പറഞ്ഞത്. ഉമ്മ തല താഴ്ത്തു നിന്ന്, മോനോട് കയറി ഇരുന്നോളി ഉമ്മ. ആ ഒരു വിളി കേട്ടപ്പോൾ ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ചീത്ത പറയാൻ വന്നതല്ലേ ഉമ്മ. ഉമ്മാൻ്റെ ഒരു മോൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ. മോനെ, സത്യമായിട്ടും ഞാനൊന്നും അവൾ പറഞ്ഞിട്ടും ചെയ്തിട്ടില്ല മോനെ, ഈ ഒരു കാര്യം ഒഴികെ. ഉമ്മ, ഞാൻ നിങ്ങളോട് മാപ്പ് പറയാൻ വന്നതാണ്. എൻ്റെ ഉമ്മ നിങ്ങളോട് വന്ന് എന്തൊക്കെ ചീത്ത പറഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് വല്ലാത്തൊരു വേദന മനസ്സിക്ക്. പൊന്നു മോനെ, ആ ഒന്നും ഇല്ലടാ. അതിപ്പോൾ അമ്മക്കൊക്കെ എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞാൽ ഉമ്മാർക്ക് വേദന ഉണ്ടാവുമല്ലോ, അങ്ങനെ പറഞ്ഞതായിരിക്കും, അല്ലാതെ വേറെ ഒന്നും അല്ല മോനെ. അല്ലുമ്മ, നിങ്ങളുമ്മ കുറേ ചീത്ത പറഞ്ഞതിന് മാപ്പ് ഞാൻ ചോദിക്കണം. ഉമ്മ അറിവില്ലായ്മ കൊണ്ട് പറയണേ. ഒരിക്കലും ഷെഫി ഉസ്താദ് എന്നുള്ള ആ ഒരു അളിയനെ ഞങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തിനെ തന്നെ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതായത് എൻ്റെ അളിയനായാലും നിങ്ങളായാലും അതിൻ്റേതായ രീതിയിൽ, അത് ഒരു അറിവുള്ളവരായിട്ട് നിങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുള്ളൂ. എനിക്ക് നന്നായിട്ടറിയാം മോനെ. ഞാൻ പറയണ തെറ്റ് മോളെ, ആ മുടിയൊന്ന് മറിച്ചിട്ട് പോ. മോൾക്ക് നരകത്തൊക്കെ തീക്കൊള്ളി ആവണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞു തന്നെ മോനെ. ആ 2 കാര്യം മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവളോട്. ദേഷ്യപ്പെട്ട് നല്ല ഉപദേശ രൂപത്തിൽ നിസ്കാരത്തിൻ്റെ കാര്യം, തല മറക്കണ കാര്യം, വേറൊന്നും ഞാൻ ഓളോട് പറയില്ല. പണിയെടുക്കുന്നോ അല്ലെങ്കിൽ ഓളെ ഡ്രസ്സ് വരെ പൊന്നു മോനെ ഞാൻ തിരുമ്പിട്ട് കൊടുക്കുന്നുണ്ട്, വെയിലത്തിട്ട് ഉണക്കി കൊടുക്കുന്നുണ്ട്, റൂമിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യും. കാരണം ഓൾ പഠിക്കാൻ പോണ കുട്ടിയല്ല, അവളെ ബുദ്ധിമുട്ടാക്കരുതല്ലോ എന്ന് കരുതിയിട്ട് മോനെ അത്രക്കും ഞാൻ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ 2 കാര്യങ്ങൾ അതെനിക്ക് പറയാൻ ഞാൻ പൊറുക്കൂലല്ലോ. പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കുറ്റം ഉണ്ടാവുമല്ലോ. ഓൾ കോളേജിലേക്ക് പോകുമ്പോൾ പൊന്നു മോനെ, മുടി ഞാൻ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. മുടി എന്തോ കാട്ടി വെച്ചിക്കണെന്ന് തോന്നുന്നത്, സ്ട്രൈറ്റ് ചെയ്യേ. എന്നോട് അങ്ങനെ പറഞ്ഞത്. ഉമ്മ, ഇതൊക്കെ സ്ട്രൈറ്റ് ചെയ്ത മുടിയാണ്, ഇതൊക്കെ ഇങ്ങനെ ചുളിഞ്ഞു പോകും തട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഇതിങ്ങനെ വിടർത്തിയിട്ട് പോകണം, അതാണ് അതിൻ്റെ ഭംഗി. പിന്നെ എണ്ണ തേച്ച് കുളിക്കാനും അതിനൊന്നും പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ മുടിയൊക്കെ കൊണ്ട് നടക്കുന്നത്. തട്ടിട്ട് കഴിഞ്ഞാൽ കേടെന്നാൽ പിന്നെ അത്രയും പൈസ കൊടുത്ത് ഉണ്ടാക്കിയ മുതലാണിത്, അപ്പോൾ കുറച്ചെങ്കിലും നിൽക്കണ്ടേ എന്ന് പറയും. ഞാൻ പറയും, പൊന്നു മോളെ, ഉമ്മാൻ്റെ കുട്ടിനോട് സ്നേഹമില്ലായിട്ടല്ല, ഞാൻ ഇതാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ നമുക്ക് ഇതല്ലല്ലോ നമ്മളെ ജീവിതം, നാളത്തെ ഒരു ജീവിതം ഉണ്ടല്ലോ, അതും നമ്മൾ ഓർക്കണ്ടേ. നമ്മോട് ചോദിക്കൂലേ, എന്നോട് ചോദിക്കൂലേ പഠിച്ചോൻ എന്താ അവളെ ഉപദേശിക്കാതിരുന്നതെന്ന്. അതുകൊണ്ട് പറയാണ്, അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആങ്ങളിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. ഉമ്മ, പറഞ്ഞോണ്ടേ, പറയാനുള്ളതൊക്കെ പറഞ്ഞോണ്ടേ, അല്ലാതെ അവളൊന്നും നന്നാവില്ല ഉമ്മ. സത്യം പറഞ്ഞാൽ ഒരു വേദനയാണ്. കല്യാണത്തിന് സമ്മതിച്ചിട്ടൊന്നല്ല, പക്ഷേ ഇവിടുത്തെ അളിയൻ എൻ്റെ മരുമകൻ്റെ ഒരു പവിത്രത കൊണ്ട് എനിക്ക് അവനെ വിടാതെ പിടിക്കണം തോന്നാണ്. എൻ്റെ പെങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഭർത്താവിനെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതവൾ തട്ടിക്കളയുകയാണെങ്കിൽ അവൾ അനുഭവിക്കും ഉമ്മ. പെങ്ങളെക്കുറിച്ച് വേദനയോടെയാണ് അത് ആങ്ങള പറഞ്ഞത്. അത് കേട്ട് ഉമ്മയും കരഞ്ഞു. അതേ മോനെ, എൻ്റെ കുട്ടി കുറേ ഉപദേശിച്ചിരിക്കണം ഓളോട്, പക്ഷേ ഇനിയും ഓളോള് ഇഷ്ടത്തിൽ നടക്കുകയാണെങ്കിൽ മോനെ, സത്യമായിട്ടും എനിക്ക് മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വേദനയാണ്. എന്നും ഒരു ദാമ്പത്യ ജീവിതം സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യുക, അവള് ഉമ്മ നിങ്ങൾ കരയല്ലേ, എനിക്കറിയാം എൻ്റെ പെങ്ങൾ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് മോനെ. സത്യമായിട്ടോടാ, എൻ്റെ മോനക്ക് എന്നൊക്കും അവൾ സന്തോഷത്തോടെ നിൽക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കണില്ല. പക്ഷേ എനിക്കറിയാം ഉമ്മ നിങ്ങളെ മനസ്സെന്താന്നുള്ളത്. എന്തൊക്കെ തന്നെയാലും എൻ്റെ ഉമ്മ ചീത്ത പറഞ്ഞതിന് മാപ്പ് ചോദിക്കണം ഞാൻ. കാരണം ഒരിക്കലും നിങ്ങളോട് പറയാൻ പാടില്ലാത്ത വാക്കുകളായിരിക്കും പറഞ്ഞതില്ലേ. സാരമില്ല മോനെ, അതൊന്നും വിഷമല്ല. മോള് നന്നായി കിട്ടിയാൽ മതി, അതേ ഉള്ളൂ.
ഉമ്മ എന്നാൽ മോനെ ചായ കുടിച്ചിട്ട് പോവാം. ഇന്നലെ ഉമ്മയോട് ഞാൻ കുറേ പറഞ്ഞു ചായ കുടിച്ചിട്ട് പോകാൻ. അവൻ അത് വിചാരിച്ചു. ഉമ്മ എന്നോട് പറഞ്ഞേനു ഞാൻ ചീത്ത പറയാൻ പോയപ്പോഴും അവർക്ക് ചായ സൽക്കാരാണെന്ന്. മോനെ ചായ കുടിക്കാതെ പോവല്ലേ. ഉമ്മ പെട്ടെന്ന് തന്നെ അതാ ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന്. മോനെ ഇതാ ഉള്ള കടിയും കൂട്ടി കുടിച്ചോളി. രാവിലത്തെ കടിയൊക്കെ ഉണ്ടാക്കി വെച്ച് ബാക്കിയുണ്ട്, അത് കുറച്ചെടുക്കട്ടെ. വേണ്ട ഉമ്മ, ആ ഒന്നും വേണ്ട. നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള ഈ ഒരു ചായ തന്നെ മതിയല്ലോ, ധാരാളം. അവൻ സന്തോഷത്തോടെ അത് കുടിച്ചു. ഉമ്മ എന്നാൽ ഞാൻ അങ്ങോട്ട്, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം കേട്ടോ. ഉമ്മയുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. മാപ്പ് പറഞ്ഞുകൊണ്ട് അതാ സീനത്തിൻ്റെ ആങ്ങള അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. എന്നാൽ ഉമ്മക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. റബ്ബേ പാവം, എത്ര നല്ല മോന്. ആ മോനൊക്കെ ഇങ്ങനെ വന്ന് പറയാന്ന് വെച്ചാൽ എങ്ങനെ റബ്ബേ റഹ്മാനെ. ഞാൻ ഇനി സീനത്തിനോടൊന്നും പറയണില്ല, പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. പഠിച്ചോനെ നീ കാക്ക്, നല്ലൊരു മോനാണ് ആ മോനൊക്കെ. ഉമ്മയോട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടായിരിക്കും ഉമ്മ അങ്ങനെ വന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഉമ്മാക്ക് നല്ല സ്വഭാവമായിരുന്നു. എന്തേന്നാ ഒന്നല്ല സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വന്നത്. പഠിച്ചോൻ പുറത്ത് കൊടുക്കട്ടെ. ഉമ്മ പെട്ടെന്ന് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി. മഴയായത് കാരണം മുറ്റമടിക്കുവാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. മോന് വന്ന കയറിയ സമയത്ത് എന്തെങ്കിലും കരുതിയാവോ. മുറ്റത്താകെ ഇലയും കാടൊക്കെയാണ്. ഉമ്മ പെട്ടെന്ന് തന്നെ മുറ്റമടിക്കുവാൻ വേണ്ടി ഇറങ്ങി. ഇലകളെല്ലാം മഴയിൽ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. ആ ഒരു നനവ് കൊണ്ട് ഒന്നുണങ്ങിയാൽ പെട്ടെന്നൊന്ന് അടിച്ചു വാരി എടുക്കാം. സാധാരണ രീതിയിൽ മരുമക്കളാണ് ജോലികളൊക്കെ വീട്ടിൽ ചെയ്യാറുള്ളത്. പക്ഷേ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ മരുമകളെ ഒരു ജോലിക്കും കാത്തു നിൽക്കാറില്ല. മോള് പഠിച്ചോട്ടെ, മോളും മോനും സന്തോഷത്തിൽ കഴിഞ്ഞാൽ മതി, അത് മാത്രമുള്ളൂ. എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് തന്നെയല്ലേ ഓലെ കാര്യങ്ങൾ ചെയ്യാണ്ടാകുക. അതുകൊണ്ട് ഞാൻ മരിക്കോളം എൻ്റെ കുട്ടികളെ സഹായിക്കും. അത് ഏത് രീതിയിലാണെങ്കിലും, വീട്ടുജോലി ആണെങ്കിലും എന്തൊക്കെ തന്നെയാലും പഠിച്ചോനെ എൻ്റെ കുട്ടികൾക്ക് നല്ല ദാമ്പത്യ ജീവിതം നീ കൊടുത്താൽ മതി അല്ലാ റഹ്മാനെ. ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് നീ വിജയം നൽകണേ അല്ലാ. ഉമ്മാക്ക് അത് മാത്രമായിരുന്നു ചിന്ത, വേറൊന്നുമില്ലായിരുന്നു. മുറ്റമടിക്കെല്ലാം കഴിഞ്ഞ് അകമെല്ലാം അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ചോറിന് വെള്ളം വെച്ചിട്ടാണ് ഉമ്മ മുറ്റമടിക്കാൻ ഇറങ്ങിയത്. ചോറിന് അരി അടുപ്പത്തിട്ട് അപ്പോഴേക്കും മീൻകാരൻ അതിൽ പോയി മീൻ വാങ്ങി മുറിച്ച് ഉപ്പേരിക്കുമുള്ളതുണ്ടാക്കി. മരുമകൾക്ക് മീൻകറിയാണ് ഇഷ്ടം, അതും പൊരിക്കണം. മീൻ മുളകിട്ട് മാത്രം അവൾക്ക് ഇഷ്ടമല്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ തേങ്ങ അരച്ച് വെക്കാൻ ഒരു പൂതിയാണ്. എന്നോട് ചോദിക്കും എന്തിനാ തേങ്ങ അരച്ചത്, ഇടയ്ക്കിടയ്ക്ക് മുളകിട്ടാൽ പോരെ എന്ന് തന്നെ പറയും. അപ്പോൾ പിന്നെ പക്ഷേ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ അവള് ചിലപ്പോൾ മന്തിയോ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് കഴിക്കും. വെച്ചതൊക്കെ ബാക്കിയാവും. ഉമ്മാക്ക് സങ്കടമാണ് അത്. ഞാനുണ്ടാക്കിയ ഒരു പിടി വറ്റി തിന്നാൽ ഒരു സമാധാനമാണ്, എന്തെന്നറിയില്ല. ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. പഠിച്ചോനെ ആരാ? മോനാണ്. ഹലോ മോനെ. ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയുമ്മ സുഖല്ലേ? മോനെ അൽഹംദുലില്ലാ. മോനെ ഇന്ന് സീനത്തിൻ്റെ ആങ്ങള വന്നിരുന്നു തന്നെ. എന്തോ ഉമ്മ പറഞ്ഞത്? അല്ലേ, ഓൻ വെറുതെ വന്നതാണ് വർത്താനം അറിയാൻ. പക്ഷെ തലേ ദിവസം സീനത്തിൻ്റെ ഉമ്മ വന്ന് ചീത്ത പറഞ്ഞോന്നും ഒരിക്കൽ പോലും മകനോട് ഉമ്മ പറഞ്ഞില്ല. ഒരു പക്ഷേ അതറിഞ്ഞാൽ അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കും. അതുകൊണ്ട് എൻ്റെ കുട്ടി ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല എന്നുള്ള മനസ്സുണ്ടായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. നിസ്സാരമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിങ്ങനെ ഊതി വീർപ്പിച്ച് വലുതാക്കാതെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനല്ലേ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മകനോട് ആ കാര്യമൊന്നും പറഞ്ഞില്ല. ഒരു പക്ഷേ എന്നെ വന്ന് ചീത്ത പറഞ്ഞു പറയുമ്പോൾ എൻ്റെ കുട്ടിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാകും. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയില്ല റബ്ബേ. മോനെ ഉമ്മക്ക് സുഖാണിടാ. സീനത്ത് പഠിക്കാൻ പോയിക്കണ്. ഉമ്മ ഓളെപ്പോഴാ പോലെ? ഓളൊരു 8-8:30 ആകുമ്പോൾ പോകും. എപ്പോഴെത്തുക? എത്തല് 1 മണി 1:30 2 മണിയൊക്കെ ആവും. പല കണക്കുമാണ്. ചിലപ്പം ഒരു 4 മണിയൊക്കെ ആവും. അപ്പോൾ ഓള് പറയും പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഈ പഠിക്കുന്ന കുട്ടികളല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിക്കും. മോൻ വിളിക്കലില്ലേ? ഉമ്മ വിളിച്ച ഫോൺ കിട്ടണ്ടോളെ, ഓൾക്ക് ബിസിയല്ലേ എപ്പോഴും. മോനെ അതെന്താ, എന്നാലും ടൈം ഉണ്ടാവുമല്ലോ. അല്ലമ്മ ഓൾക്കിപ്പോൾ രാത്രിയും ക്ലാസ് ഉണ്ടോ? ഏത് സമയത്തും ബിസിയാണല്ലോ. ഓള് പറഞ്ഞ സൂമിലാണ് ക്ലാസ്, അങ്ങനെ എങ്ങനെ അപ്പോൾ ബിസിയായി കാണിക്കും എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എന്ത് ക്ലാസ്സാണത്? മോനെ അത് എനിക്കറിയില്ലടാ. ഞാൻ പറയലുണ്ട് മോളെ, ക്ലാസ് അല്ലെങ്കിൽ ഒഴിവാക്കി വേഗം കിടന്നുറങ്ങാൻ നോക്കണം എന്നൊക്കെ. ഞാൻ പറഞ്ഞോളട്ടോ ഇന്ന് വന്നിട്ട്. ഉമ്മ ഞാൻ പറയാനൊന്നും പോണ്ട. ഉമ്മ പറഞ്ഞ് നിങ്ങളെ തലയിൽ കയറുള്ളൂ. നിങ്ങളൊന്നും പറയണ്ട. ഷെഫി ഉസ്താദിന് സത്യം പറഞ്ഞാൽ സങ്കടവും ദേഷ്യവും ഒരുമിച്ചായിരുന്നു. ഇന്ന് എന്തായാലും വേണ്ടില്ല, വിളിച്ച് നോക്കുക തന്നെ വേണം.
അല്ല പറ്റില്ല, എന്താപ്പത്? ഞാനൊരു ഭർത്താവല്ലൊന്നുമില്ലെങ്കിൽ എനിക്കും ഉണ്ടാവൂലേ ഭാര്യയോട് സംസാരിക്കാനൊക്കെ ഒരു കൊതി. എന്താ ഇത് ഇത്രയധികം ഒരു മനുഷ്യനെ ഇടങ്ങാറാക്കുന്ന രീതിയിൽ? അല്ലാ, ഷെഫി ഉസ്താദിന് മനസ്സിനുള്ളിൽ എന്തൊക്കെയാണ്. അറബ് നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്, സഹ്റ ബത്തൂലിനെ പഠിപ്പിക്കുന്നുണ്ട്. സഹ്റ ബത്തൂലിൻ്റെ പല സംശയങ്ങൾക്കും ചില സമയങ്ങൾക്ക് എനിക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ല. അതെ, നാട്ടിലെത്തിയത് ആലോചിച്ചിട്ട് മനസ്സിനുള്ളിലേക്ക് സമാധാനം ഉണ്ടെങ്കിലല്ലേ എന്നാൽ സഹ്റ ബത്തൂൽ ഒരു ദിവസം ചോദിക്കുകയാണ്, ഉസ്താദെ പഴയ പോലെ നിങ്ങളെന്താ ഞാൻ ചോദിക്കുന്നതിനും കറക്റ്റായിട്ട് ഉത്തരം നൽകാത്തത്? സഹ്റ ബത്തൂൽ, മോളെ ഒന്നും ഉണ്ടായിട്ടില്ലടി. മനസ്സ് വേദനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും. ഉസ്താദെ നിങ്ങളുടെ മനസ്സ് എന്താ വേദനിക്കുന്നത്? എന്നോട് പറഞ്ഞാൽ എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റുമോ? പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? സഹ്റ, ഒരിക്കലും എൻ്റെ പ്രശ്നങ്ങൾ നിന്നെക്കൊണ്ട് പരിഹരിക്കാനാവില്ല വേണേ. അതെന്താ? അങ്ങയുടെ എന്ത് പ്രശ്നവും എനിക്ക് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്തു തരും ഷെഫി ഉസ്താദെ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ പോലും വേദനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മോളെ സഹ്റ, എൻ്റെ ജീവിതം അതൊക്കെ ഭയങ്കര. എന്താ തുറന്ന് പറഞ്ഞൂടെ എന്നോട്? ഒന്നുമില്ലടി. എന്തിനാണ് ഇപ്പം എൻ്റെ വിഷമൊക്കെ? പടച്ച റബ്ബിനോട് ഞാൻ പറയുന്നുണ്ടടി, സത്യമായിട്ടും. മോളൊന്ന് അത് രണ്ട് ആവശ്യമില്ല, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അങ്ങനെ അതാ അന്ന് സൂറത്ത് നൂറാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുള്ള വിശദീകരണം സഹ്റ ബത്തൂൽ തേടും. പക്ഷേ തൻ്റെ ജീവിതത്തിൽ വരുന്ന ആ വാക്കുകൾ. സഹ്റ ബത്തൂൽ, നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഉസ്താദേ, നിങ്ങൾ എന്ത് പറയുന്നത്? അതെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് നാളെ തുടരാം. എനിക്ക് കഴിയുന്നില്ലടി. ഉസ്താദേ എന്ത് പറ്റി? എന്ത് നിങ്ങളുടെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നല്ലോ? അതെ മോളെ, സത്യമായിട്ടും എനിക്ക് മോളെ ശരി. അസ്സലാമു അലൈക്കും. ഷെഫി ഉസ്താദ് അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ റൂമിലേക്ക് പോയി പൊട്ടിക്കരയുകയായിരുന്നു. അല്ലാ, എന്താ റബ്ബേ എൻ്റെ ജീവിതം. എനിക്കറിയുന്നില്ല എത്ര ദിവസമായി അവളോട് ഞാൻ സംസാരിച്ചിട്ട്. അവള് എന്നോടൊന്ന് സഹ്റ ബത്തൂലിന് എന്ത് തോന്നിയാവോ? പാവം പെണ്ണ്. അവളും കരയുകയായിരുന്നു. അവൾ ഉമ്മയുടെ അരികിൽ പോയിട്ട് പറയുന്നു, ഉമ്മ ഇന്ന് ഉസ്താദിന് എന്തൊരു വിഷമമുണ്ട്, അതുകൊണ്ട് ക്ലാസ്. മോളെ എന്ത് പറ്റിയാവും ഉസ്താദിന്? എന്തെങ്കിലും വിഷമം ഉണ്ടാവോ? അറിയില്ലുമ്മ, എന്തോ ഉണ്ട്. എൻ്റെ ക്ലാസ് ഒന്നും കംപ്ലീറ്റ് ആയില്ല. മോളെ, മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ ഡിപ്രഷൻ ഉണ്ടാകും. അതായത് എന്തെങ്കിലും വിഷമം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അങ്ങോട്ട് കിടക്കാൻ കഴിയില്ലല്ലോ. അതായിരിക്കും. എൻ്റെ പൊന്നുമോള് വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. ഷെഫി ഉസ്താദിന് സമാധാനമില്ലാത്ത ദിവസം ഇന്ന് എന്തായാലും വേണ്ടില്ല, ഓളെ വിളിക്കാൻ ഞാൻ പറ്റൂല. അന്ന് രാത്രി അവന് വേണ്ടി ഷെഫി ഉസ്താദ് കാത്തിരുന്നു. സമയം 10 മണി 11 മണി. ഈ സമയത്ത് എന്തായാലും ഫ്രീ ആവും, പഠനമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുമല്ലോ. ഫോണിലേക്ക് വിളിക്കുകയാണ് ഷെഫി ഉസ്താദ്. ഭർത്താവ് ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഇതെന്താ ബ്ലോക്കോ? ഇതെന്താ കിട്ടുന്നേ ഇല്ലല്ലോ. എന്ത് ഇവൾക്ക്? വേഗം വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ബ്ലോക്കഡ്. കുഴപ്പമില്ല, മറ്റു നമ്പറിലൊന്ന് വിളിച്ചു നോക്കാം. മറ്റൊരു നമ്പറിൽ നിന്ന് ഷെഫി ഉസ്താദ് വിളിക്കുന്നു. അതെ, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അതെ, എൻ്റെ ഭാര്യ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. എന്താവോ? ഹലോ, ആരാണ്? സീനത്തെ, ഇത് ഞാനാണ്. നീ എന്താ നമ്പർ ബ്ലോക്ക് ചെയ്തത്? ബ്ലോക്കോ? ഇല്ലല്ലോ. പിന്നെന്താ? വാട്സപ്പിലും കിട്ടുന്നില്ല, വിളിച്ചിട്ടും കിട്ടുന്നില്ല. എന്തു പറ്റി? ബ്ലോക്ക് ചെയ്തല്ലേ? എന്തിനാ സീനത്തെ? വേണ്ടെങ്കിലും ഒഴിവാക്കിക്കൂടെ? ഇക്ക, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? തെറ്റിദ്ധരിക്കല്ലേ ഇക്ക. ക്യാഷ് കഴിഞ്ഞിട്ടോ. ക്യാഷ്? നിനക്കെന്താ ക്യാഷ്? ക്യാഷ് എനിക്ക് വണ്ടി ചെലവും ഇതൊക്കെ ഫീസൊക്കെ അടക്കം എത്ര വേണക്ക? ക്യാഷ് കഴിച്ചു തരാം. നീ എന്തിനാ ബ്ലോക്ക് ചെയ്തത്? ഒരിക്കലും അല്ലല്ലേ ഇക്ക, ഒന്ന് നോക്ക്. ഇല്ല, ഒരിക്കലുമല്ല. പെട്ടെന്ന് തന്നെ അവളത് ബ്ലോക്ക് ഒഴിവാക്കി. ഇക്ക ഇപ്പോൾ നോക്കിക്കേ.
എന്തിനാ ബ്ലോക്ക് ചെയ്തത്? ഞാൻ നട്ടപ്പാതിരക്ക് വിളിച്ച് വെള്ളിപ്പറ്റെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അല്ല, നിനക്കെന്താ സീനത്തെ രാത്രി ക്ലാസ്? എപ്പോഴും നീ ബിസിയാണല്ലോ. അങ്ങനെ ബിസി ആവോ ഗൂഗിളിൽ മീറ്റൊക്കെ ക്ലാസ് വരുമ്പോൾ? അതങ്ങനെയൊന്നുമല്ല, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ കോളൊക്കെ ആയിരിക്കും. വല്ലാത്തൊരു പഠിപ്പ് തന്നെ ഇത്. സീനത്തെ, ഞാൻ നിന്നോട് ഒരു കാര്യം ഉപദേശിക്കുകയാണ്. നിന്നെ ഒത്തിരി സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ. എനിക്കൊന്നും നീ വേണം, എന്നും എൻ്റെ ഹൃദയത്തിൽ നീ വേണം, മരിക്കോളം എൻ്റെ കൂടെ വേണമെന്ന ചിന്ത മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ നോക്കി കണ്ടും ജീവിച്ചില്ലെങ്കിൽ മോളെ നിൻ്റെ ഭാവി നഷ്ടപ്പെടും. പിന്നെ ഒരിക്കൽ പോലും നിന്നെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ നീ ആക്കരുത്. എന്തുണ്ടെങ്കിലും അവണ് മാറ്റി വെച്ചേക്കുക, പുതിയ ജീവിതത്തിലേക്ക് കടക്കുക. എന്താ നിനക്കതിന് കഴിയുകയില്ലേ? നിങ്ങൾ വെറുതെ തന്നെ തെറ്റിദ്ധരിക്കരുതിട്ടോ. പല പ്രാവശ്യമായി ഞാൻ അത് കേൾക്കുന്നു. വെറുതെ മനുഷ്യന്മാരെ കുറിച്ച് ഓരോരുത്തർ ഇല്ലാത്ത അനാവശ്യം പറയലാണോ നിങ്ങളുടെ ജോലി? നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണല്ലേ നിങ്ങളെ കുടുംബത്തിനും ജോലി? ഉമ്മ എന്നോട് പറയും എപ്പോഴും, രാത്രി ഒരുപാട് സമയം ഫോണിൽ സംസാരിക്കുക, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. സീനത്തെ, പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. നീ ഒരിക്കലും തെറ്റിലേക്ക് പോകുന്നത്. നോ, ഷട്ട് അപ്പ് യുവർ മൗത്ത്. എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ എന്ത് തെറ്റിലേക്കാണ് പോയത്? നിങ്ങൾ കണ്ടോ ഞാൻ പോകുന്നത്? സീനത്ത് അവൻ്റെ നേരെ അങ്ങ് ചാടി. സീനത്തെ, ഓർത്തോ, നല്ല രീതിയിൽ ജീവിച്ചില്ലെങ്കിൽ വലിയ വിഷമം നേരിടേണ്ടി വരും. പിന്നെ ഒരിക്കലും ഞാൻ അങ്ങോട്ട് വരില്ല. ഇവിടെ തന്നെ കഴിഞ്ഞോളൂ, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ക്യാഷിൻ്റെ കാര്യം മറക്കരുത്. നിങ്ങളിങ്ങോട്ട് വരണമെന്ന് ഒരു നിർബന്ധം എനിക്കില്ല. നിങ്ങൾ അവിടെ നിന്നോളൂ. പക്ഷേ പൈസ എങ്ങാനും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കേസ് കൊടുക്കും, എനിക്ക് ചിലവിന് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ക്യാഷല്ല, അതിനപ്പുറം തരും. നിന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോരും ചെയ്യും. ഗൾഫിലേക്കോ? അയ്യേ, ഞാനില്ല ആ കൂട്ടിലിട്ട കിളിയെ പോലെ നിൽക്കാൻ. എനിക്ക് ക്യാഷ് മതി. ഒരിക്കൽ പോലും എനിക്ക് നിങ്ങളുടെ ഗൾഫൊന്നും വേണ്ട. സീനത്തെ, പല പെൺകുട്ടികളും ആഗ്രഹിക്കുന്നതാണ് നീ തട്ടിത്തെറിപ്പിച്ച് കളയുന്നത്. ഞാൻ നിനക്ക് പാസ്പോർട്ട് എടുക്കട്ടെ? പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി നോക്കുക, വിസക്ക് അയച്ചുതരാം. നീ ഇങ്ങ് പോര്, അതാ നല്ലത്. ഇവിടെ ഒരു 6 മാസം നിൽക്കാം. എന്നിട്ട് അയ്യേ, ഞാനോ? നിങ്ങൾ എന്തീ പറയുന്നത്? എൻ്റെ പഠനമൊക്കെ മുടക്കി ഞാൻ അവിടെ വന്ന് നിന്നാൽ എന്തിനാണ്? വെറുതെ അതിനാണ് ഇപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കണത്. സീനത്തെ, പാസ്പോർട്ടിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റായിക്കോ, ഞാൻ ക്യാഷൊക്കെ അയച്ചുതരാം. നീ അപേക്ഷ കൊടുക്ക്, പിന്നെ ബാക്കി കാര്യമൊക്കെ ചെയ്യാം. കുറച്ച് നീ ഇവിടെ നിൽക്കുക, അതായിരിക്കും നല്ലത്. അതെ ഷെഫിക്ക, വേണ്ടാത്തിന് നിൽക്കണ്ട. പാസ്പോർട്ടും ഒരു തേങ്ങയും വാങ്ങി എനിക്ക് വേണ്ട. ഞാൻ ഇവിടെ ജീവിച്ച് പോയിക്കോളാം. എന്താ നിനക്ക് താല്പര്യമില്ലേ? ഓരോ പെൺകുട്ടികൾ ഭർത്താക്കന്മാരുടെ കൂടെ ഗൾഫിലേക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് അതായിരിക്കും. അതെ, ഗൾഫിലേക്ക് പോവുക എന്നുള്ളത്. പക്ഷെ നീ എന്താ അത് നിരസിക്കുന്നത്? എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ? ആ കൂട്ടിലിട്ട കിളിയെപ്പോലുള്ള ജീവിതം അല്ലടി. ഇവിടെ അറബി വീടാണ്. എനിക്ക് അറബിയോട് പറഞ്ഞാൽ എനിക്ക് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ വിശാലമായ സ്ഥലങ്ങളുണ്ട്, നമുക്ക് നല്ല റൂം കിട്ടും, കാര്യങ്ങൾ ഒക്കെ. നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെയൊക്കെ. പിന്നെ ഇടയ്ക്ക് പുറത്ത് പോകാനും ഒക്കെ എനിക്ക് അനുവാദമാണ്. എന്താ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണാനും ഒക്കെ ക്ലാസ് കഴിഞ്ഞാൽ പോകുന്നതിന് പ്രശ്നമില്ലല്ലോ. പിന്നെ അവിടെ നിങ്ങൾ അടിമപ്പണി എടുക്കുകയാണ്. ആ അടിമപ്പണി എടുക്കേണ്ടി ഇന്നും കൂടി അടിമാക്കി കൊണ്ടുവന്നിട്ട് അവിടെ ഗദ്ദാമാക്കി നിർത്താനായിരിക്കും അല്ലേ? തൽക്കാലം ഗദ്ദാമൻ്റെ ജോലി എടുക്കാനേ സീനത്തില്ല. സീനത്ത് നല്ല അന്തസ്സോട് അഭിമാനത്തോടു കൂടെ ഇവിടെ ജീവിക്കും. എന്താ ക്യാഷ് ഇങ്ങോട്ട് അയച്ചെന്നാൽ മതി. സീനത്തെ, നിന്നോട് ഞാൻ ഈ ഒരു ചാൻസ് ഒന്നും ഇനി കിട്ടാൻ ചാൻസ് ഇല്ല. ഇപ്പം പഠിച്ച റബ്ബ് നമുക്ക് അനുഗ്രഹം ചെറിഞ്ഞിട്ടുണ്ട്, നമുക്ക് ക്യാഷൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നെ കൊണ്ട് കൊണ്ടുപോരാന്നുള്ളത്. ഒരു 6 മാസം നിന്ന് പോവാൻ പെണ്ണേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സീനത്തെ, ആഗ്രഹം കൊണ്ടാണടി നിൻ്റെ കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഞാൻ നിൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ളൂ. അത് നീ മറക്കരുത്. ഞാനൊരു യുവാവാണ്, എനിക്കും ഉണ്ടാവും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ. നീ നിൻ്റെ മനസ്സൊന്ന് നല്ല രീതിയിൽ ഒന്ന് ചിന്തിച്ചിട്ട് ഞാൻ പറയുന്ന കേൾക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സീനത്തെ, ആയിക്കോട്ടെ. കണ്ണീരുടെ ഷെഫി ഉസ്താദ് ഫോൺ കട്ട് ചെയ്തു. അവന് മനസ്സിലായി, ഇല്ല, ഒരിക്കലും ഇഷ്ടമല്ല. ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഒരു കുഞ്ഞെന്നുള്ളത്. റബ്ബേ, അതൊക്കെ എനിക്കറിയുന്നില്ല. എന്നാൽ ഈയിടെയായി സീനത്തിന് എന്തൊക്കെയോ ഭക്ഷണത്തിനോടൊക്കെ ഒരു വെറുപ്പും ഒരു മടുപ്പും തോന്നുകയാണ്. എന്താണാവോ, മന്തിയൊക്കെ കഴിച്ചിട്ട് ഛർദ്ദിക്കാൻ വരുന്ന പോലെ. എന്തെന്നറിയില്ല, വയറിനൊക്കെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. അല്ലാ, എനിക്കറിയുന്നില്ല.
പിറ്റേന്ന് രാവിലെ അവൾക്ക് എഴുന്നേൽക്കുവാനേ കഴിയുന്നില്ല. പല്ല് തേക്കാൻ പോയപ്പോൾ തന്നെ ഒരു ശബ്ദം. മോളെ സീനത്തെ, എന്തു പറ്റിയടി? ഉമ്മ ഓടിച്ചെന്നു. ഒന്നുമില്ല. ഒന്ന് എന്തെങ്കിലും ബ്രഷ് വായിൽ തട്ടുമ്പോൾ ഒക്കെ ഛർദ്ദിക്കാൻ വരുന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെന്തിനാ എന്നെ പിന്നാലെ ഓടി വരുന്നത്? എന്താ മോളെ, എന്തു പറ്റി? അവളുടെ പുറത്തുകൂടെ ഉമ്മ ഒഴിഞ്ഞു കൊടുക്കുന്നു. ഒന്ന് മാറിത്തരുതള്ളേ. അത് കേട്ടപ്പോൾ ഉമ്മയുടെ മുഖം വല്ലാതെയായി. ഒന്ന് മാറിത്തരും, സ്വസ്ഥമായി. എനിക്ക് കഴിയണില്ല. മോളെ എന്തു പറ്റി? അവളതാ അവളുടെ റൂമിലേക്ക് പോയി കിടക്കുന്നു. മോളെ ഇതാ കഞ്ഞിപ്പാവും. ഉമ്മ വേഗം ഞാൻ തീമട ചായം കടി ഉണ്ടാക്കി വെച്ചിക്കണേ. കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലത്. കുറച്ച് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിച്ചു നോക്കി. എന്ത് പറ്റിയാവോ? മോൾക്ക് ഛർദിയൊക്കെ വരുന്നു. അറിയുന്നില്ല റബ്ബേ. ഒരു നിമിഷം ഉമ്മയുടെ മനസ്സിൽ ചില സ്വപ്നങ്ങളും വിരിഞ്ഞു. റബ്ബേ, എനിക്കൊരു പേരക്കുട്ടി ഉണ്ടാകാൻ പോവാണോ? എൻ്റെ ഷെഫിക്കൊരു കുഞ്ഞുണ്ടാവുകയാണോ? അല്ലാ. ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പഠിച്ചവരോട് ദുആ ചെയ്തു. അല്ലാ റബ്ബേ, വല്ലാത്ത സന്തോഷം റഹ്മാനെ. ഉണ്ടാകലായാൽ മതിയായിരുന്നു. എൻ്റെ കുട്ടി പോയി. ഈ ഒരു വിവരങ്ങളൊക്കെ അറിയുമ്പോൾ റഹ്മാനെ തുടക്കമായിരിക്കണേ പഠിച്ചോനെ. ഉമ്മയുടെ മനസ്സിൽ സ്നേഹം കൂടിക്കൂടി വന്നു. അതെ മോളെ, ബാ മോളെ, കഞ്ഞി ഇതാ കുടിച്ചോളി. എനിക്ക് വേണ്ട നിങ്ങളെ കഞ്ഞി. പിന്നെ എന്താ മോൾക്ക് വേണ്ടത്? ചൂടുള്ള കഞ്ഞിവെള്ളം കുടിച്ചാൽ ക്ഷീണത്തിന്. മോള് വല്ലാണ്ട് ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ ഉണ്ടല്ലോ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എൻ്റെ അമ്മ, എനിക്ക് കഴിയണില്ല. എൻ്റെ കൈകാലുകളൊക്കെ തളരുന്നു. എനിക്കറിയുന്നില്ല മോളെ. ക്ലാസ്സിന് ഉമ്മ കഴിയൂല. എനിക്ക് ക്ലാസ്സിന് പോകാനെ കൊണ്ട് വയ്യ. എന്താ മോളെ, എന്തു പറ്റി? മിഞ്ഞാന്ന് മുതൽ തന്നെ എനിക്കുണ്ട്. മന്തി കഴിച്ചപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് തീരെ തോന്നിയില്ല. ഞാനതാണ് ഒഴിവാക്കിയത്. മോളെ എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും? അറിയില്ല, അത് എനിക്ക് കഴിയണില്ല. അവൾ ആ റൂമിൽ തന്നെ കിടന്നു. ഉമ്മയുടെ മനസ്സിൽ പല പ്രതീക്ഷകളും. മോളെ മാറ്റ്, നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി വെക്കുക. വേണ്ട. എന്തിന്? ഹോസ്പിറ്റലൊന്നും പോകണ്ട. പിന്നെ എന്താ മോളെ, ഇങ്ങനെ നിന്നൊരു കാര്യമില്ലല്ലോ. മോള് ഷെഫീനോട് പറഞ്ഞോ? ഇല്ല, നിങ്ങളൊന്നും മിണ്ടാന്നാണ്. എന്നാൽ ആ നിമിഷം ഉമ്മയുടെ ഫോണിലേക്ക് അതാ ഒരു കോൾ. പഠിച്ചോനെ. ഹലോ മോനെ, അസ്സലാമു അലൈക്കും. ഉമ്മ. സങ്കടത്തോടു കൂടിയായിരുന്നു അവൻ വിളിച്ചത്. തലേ ദിവസം അവൾ പറഞ്ഞ ആ ഒരു വാക്കും, ഗൾഫിലേക്ക് പോരുന്നില്ലെന്ന് പറഞ്ഞു, ആ സങ്കടമെല്ലാം ഉമ്മയോടൊന്ന് പറഞ്ഞാലോന്ന് വിചാരിച്ചു. മോനെ, എടാ സീനത്തിന് ഡേറ്റ് തെറ്റിക്കണമെന്നാണ് തോന്നുന്നത്. ഉമ്മ. എന്തുമ്മ നിങ്ങളീ പറയുന്നത്? ഉമ്മ. ഷെഫി ഉസ്താദ് കരഞ്ഞു പോയി. മോനെ, അതേടാ ഛർദിയെ കാണുന്നുണ്ട്. ഉമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കട്ടെ. ഉമ്മ, എൻ്റെ ഉമ്മ ഉണ്ടെങ്കിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു. ഉമ്മ സത്യമാണോ? അതെ മോനെ. എന്തായാലും ഈ ഇവിടത്തിൽ നിന്ന സ്ഥിതിക്ക് ഇപ്പോൾ ആയി തുടങ്ങിയല്ലോ. മോനെ, സത്യമായിട്ടടാ എനിക്ക് മനസ്സ് വല്ലാതെ സന്തോഷിക്കണം. ഉമ്മ, എനിക്കും. ഞാൻ ഇന്നലെ കൂടെ വിചാരിച്ചിട്ടുള്ളൂ, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ. മോനെ, പടച്ച റബ്ബിനോട് ദുആ ചെയ്യേ. എന്താണെന്നറിയില്ല, അവർ ഒത്തിരി സന്തോഷിച്ചു, ഉമ്മയും മകനും. എന്തായിരിക്കും അവളുടെ റിസൾട്ട്? ഉമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ തന്നെ എന്തായിരിക്കും റിസൾട്ട്? ഒരു പക്ഷേ റിസൾട്ട് അറിഞ്ഞാൽ എന്തായിരിക്കും സീനത്തിൻ്റെ പ്രതികരണം? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നലെ ഒന്ന് സ്റ്റോറി ഇടാൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കണം. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെയൊക്കെ ഞാൻ പോവുള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ ആകുമ്പോൾ പിന്നെ ലൈവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബ്രദർ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ നമ്മൾ ഈ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം പറയും കെട്ടുകഥകളാണ്, നുണക്കഥകളാണ് എന്നല്ല കേട്ടോ. ഒരുപാട് നമ്മുടെ ചുറ്റും നടക്കുന്ന അനുഭവങ്ങളാണ്. ഇതൊക്കെ ശരിക്കും ഞാൻ കണ്ടറിഞ്ഞൊരു അനുഭവത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്റ്റോറി പേരൊക്കെ മാറ്റി അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഇബ്ലീസിൻ്റെ ഷർറിനെ തൊട്ടും പടച്ച റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കട്ടെ, നമ്മയും നമ്മുടെ മക്കളെയും. കാരണം തെറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്, നന്നായി നടക്കാനാണ് പ്രയാസം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയും നമ്മളെയൊക്കെ എല്ലാവരെയും നല്ല മാർഗ്ഗത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം പഠിച്ചു നൽകട്ടെ. ഇബ്ലീസിൻ്റെ ഷർറിനെ തൊട്ട്, ഇബ്ലീസ് പഴപ്പിക്കാൻ വേണ്ടി നടക്കുകയാണല്ലോ. ഒരു ദിവസം ഇബ്ലീസിൻ്റെ മക്കളെയൊക്കെ പറഞ്ഞയച്ചു, നീ ആ ഭാഗത്തേക്ക് ചെല്ല്, നീ ഈ ഭാഗത്തേക്ക് ചെല്ല്. അങ്ങനെ ഒരുപാട് ഇബ്ലീസിൻ്റെ മക്കളൊക്കെ നമ്മളെ അടുത്തേക്ക് ചെന്ന് തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും. നീ ചെയ്യെന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ എല്ലാം രസകരമായി തോന്നും. ആരെങ്കിലൊക്കെ എന്തെങ്കിലും വെറുതെ പറയുമ്പോൾ നമുക്കൊരു പ്രേമമായിട്ട് തോന്നും, പ്രണയമായിട്ട് തോന്നും, നമ്മളോട് ഇഷ്ടമുണ്ടെന്ന് തോന്നും. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മൾ ഒഴിവാക്കുന്ന ഒരു അവസ്ഥയായി മാറും. പഠിച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. ഓരോ ചരിത്രങ്ങൾ പറയല്ല, നടന്ന സംഭവങ്ങളാണ്. 3 കുട്ടികളാണ്, ഭർത്താവ് ഗൾഫിലാണ്. മക്കളെല്ലാം ഉറക്കിക്കെടുത്തിട്ട് പുലർച്ചെ ആ മുസ്ലിം യുവാവിൻ്റെ കൂടെ ഈ പെണ്ണ് സാജിദ എന്ന പേരിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ പെണ്ണ് ഇറങ്ങി പോവാണ്. രാവിലെ എണീറ്റ് കുഞ്ഞുങ്ങളുടെ കരച്ചിലാണ് കേൾക്കുന്നത്. ചെറിയ കുട്ടിക്ക് 1.5 വയസ്സാവണമല്ലോ. കുട്ടി ഉമ്മ ഉമ്മ എന്ന് വിളിച്ച് കരയാണ്. അയൽവാസികളുടെ വീടൊക്കെ ചുറ്റുമതിലും വലിയ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മൂത്ത കുട്ടികൾ കുഞ്ഞുമോള് കരയുന്നേ കേട്ട് ഉണർന്ന് നോക്കിയപ്പോൾ ഉമ്മ എവിടെ, ഉമ്മ എവിടെ, വാവ കരയുന്നു. എല്ലായിടത്തും ഉമ്മ നോക്കി, കണ്ടില്ല മക്കളെ. പിന്നീടാണ് അറിഞ്ഞത് അവരുടെ അയൽപ്പക്കത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരുത്തനുണ്ടത്രേ, അവൻ്റെ കൂടെ ഓള് പോയിക്കണ, ഓനും കാണാനല്ല എന്നുള്ളത്. വിവരമറിഞ്ഞ ഭർത്താവ് പൊട്ടിക്കരഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ പിറ്റേന്ന് തന്നെ പുറപ്പെട്ടു അവിടുന്ന്. ആ രാത്രി അന്ന് തന്നെ ഇവിടെ എത്തുകയാണ്. തൻ്റെ പൊന്നു മക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതെ, അവൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ പോയി, അവൾക്കുള്ളതെല്ലാം നേടിക്കൊടുത്തു. വലിയ വീട്, വലിയ കാറ്, വലിയ മുറ്റം, വലിയ സ്ഥലം എല്ലാം വാങ്ങിക്കൊടുത്തു. അവൾക്ക് വേണ്ടി എല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തു. പക്ഷേ അവൾ എന്നെ ഉപേക്ഷിച്ച് അവൻ്റെ ഇഷ്ടപ്പെട്ട കൂടെ പോയി. റബ്ബേ, റബ്ബേ എനിക്ക്. എന്നാൽ ആ നിമിഷം തന്നെ അവളെ ഡൈവേഴ്സ് ചെയ്യുകയാണ്. ഇനിയില്ല അങ്ങനെ ഒരു ഭാര്യ. പക്ഷേ അവൻ്റെ ആവശ്യങ്ങളെല്ലാം ഒഴിവാക്കി അവൾ തിരിച്ചു വരികയാണ്. എങ്ങനെ സ്വീകരിക്കാൻ? ഒരിക്കലുമില്ല. ഒരിക്കലും എനിക്കൊരു പെണ്ണുങ്ങളെ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവളെ സ്വീകരിച്ചില്ല. അവളിപ്പോൾ അവളുടെ വീട്ടിൽ കഷ്ടപ്പെട്ട് കഴിയാണ്. അതിനുശേഷം ഇപ്പോൾ വേറെ ഇവിടെ ജോലിക്ക് പോവുകയാണ്. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ പഠിച്ച റബ്ബ് എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ, അങ്ങനത്തെ ഇബ്ലീസിൻ്റെ ഷർറിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.